ദിവസങ്ങളും വർഷങ്ങളും ഓരോന്നായി കടന്നുപോയി. ശിവയ്ക്കും ആദിക്കും ഒരു കുഞ്ഞുവാവയുണ്ട്. പേര് ധ്രുവ ആദിനാഥ്. ആദ്യപോലെ തന്നെ കുറച്ച് ശാന്തനും എന്നാൽ കുറച്ച് ദേഷ്യവും കുറുമ്പും ഒക്കെയുണ്ട്. ധ്യാനും ധ്രുവും കട്ട ഫ്രണ്ട്സാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ രണ്ടും അതുപോലെ അടിയുമാണ്. ധ്രുവിനും ധ്യാനിനും അവരുടെ അച്ഛന്മാരെക്കാളും അമ്മമാരെക്കാളും ഇഷ്ടമുള്ള മറ്റൊരാളുണ്ട്. ഹരണനല്ലേ, നമ്മുടെ പാറു. അവർക്ക് രണ്ടുപേർക്കും പാറു അമ്മയെ കണ്ടാ പിന്നെ ആരെയും വേണ്ട. രണ്ടുപേരും അവളെ വിളിക്കുന്നത് പാരുവമ്മ എന്നാണ്. എന്നാൽ ധ്രുവിനെ കാണണമെന്ന് പാറുവിന് തോന്നിയാലും കാശിയെ വിളിച്ചുകൊണ്ട് ഒറ്റ പോക്കാണ് ആദിയുടെ വീട്ടിലേക്ക്. പാറുവിൻ്റെ കാര്യത്തിൽ രണ്ട് ചെറുക്കന്മാർ നല്ല കുശുമ്പാണ്. ഒരാളുടെ മുമ്പിൽ വെച്ച് മറ്റൊരാളെ എടുത്താൽ മറ്റേയാളെ മുഖം വീർപ്പിക്കും. രണ്ടുപേരെ ഒന്നിച്ച് കിട്ടിയ പാറുവിനന്ന് കഷ്ടപ്പാടാണ്. രണ്ടുപേരെയും കൊഞ്ചിക്കണം, ഉമ്മ കൊടുക്കണം, മടിയിലിരുത്തണം. അങ്ങനെയൊക്കെയാ രണ്ടും. പാറു ഇപ്പം വളർന്നു. കാശിയുടെ അടുത്തുള്ള കൊഞ്ചലൊഴിച്ചാൽ അവൾ ബാക്കി എല്ലാവരോടും കുറച്ച് മെച്ചുവേർഡായിട്ടാണ് സംസാരിക്കുന്നതും മറ്റും. ആരോട് എങ്ങനെയൊക്കെ സംസാരിച്ചാലും കാശിക്ക് അവൾ ഇന്നും കുഞ്ഞാണ്. അവൾ കാശിയോട് അതുപോലെ കൊഞ്ചുകയും ചെയ്യും, പഴയതുപോലെ തന്നെ. അതിനൊരു മാറ്റവും കൊണ്ടുവരാൻ അവർ രണ്ടുപേരും ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് പാറുവിൻ്റെ കോളേജിൽ കോളേജ് ഡേ നടക്കുകയാണ്. അതുമാത്രമല്ല, ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മുടെ പാറുവിന് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കാണ്. അതുകൊണ്ട് തന്നെ അവളെ അനുമോദിക്കുന്നതിനുള്ള പരിപാടിയും കൂടിയാണ് അവിടെ നടക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും കോളേജിൽ എത്തിയിട്ടുണ്ട്. ഷിയും ലച്ചുവും ആദിയും ശിവയും അനന്തനും ധ്രുവും ധ്യാനും. റോഷനും ആഷ്ലിയും വിവാഹം കഴിഞ്ഞ് UK സെറ്റിൽഡാണ്. ലിനി പിന്നെ കോളേജ് കഴിഞ്ഞ ഉടനെ അവളുടെ പപ്പയോടൊപ്പം ദുബായിലേക്ക് പോയി. അവിടെ ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണ്. ലാവണ്യ വേറെ ഏതോ കോളേജിൽ പഠിപ്പിക്കുകയാണ്. അവളുടെ ഒരു വിവരവും ഇല്ല. പാറുവും വൃന്ദയും ആരോമലും അരുണും ഇപ്പോഴും കട്ട ഫ്രണ്ട്സാണ്. ആരോമലിന്റെ വിഷമം പറയാൻ അരുൺ വൃന്ദയെ വിളിച്ച് അവസാനം വൃന്ദ ഇപ്പോൾ അരുണിന്റെ തലയിലായി. നമ്മുടെ ആരോമലിന് ഇപ്പോൾ ഒരു ജൂനിയർ പെൺകുട്ടി വീണിട്ടുണ്ട്. അങ്ങനെ അവനും ഹാപ്പി. നമ്മുടെ കോളേജിന്റെ അഭിമാനമായി യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായി നമ്മുടെ കോളേജിന്റെ പേരുയർത്തി ചിന്മയ് കാശിനാഥിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റേജിൽ ഒരു പെൺകുട്ടി പറഞ്ഞതും കാശിയുടെ അടുത്തിരുന്ന പാറു എഴുന്നേറ്റു. കാശിയേട്ടനും കൂടി വാ. അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോള് പോയിട്ട് വാ, കാശിയേട്ടൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും വീണ്ടും കൂടി വാ എന്നുള്ള അർത്ഥത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി. സാരമില്ല പാറക്കുട്ടാ, നീ പോയിട്ട് വാ, ഞാനിവിടെ തന്നെയുണ്ട്. ധൈര്യമായിട്ട് പോയിട്ട് വാ കുഞ്ഞാ. അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. അവളെ തലയാട്ടിക്കൊണ്ട് സ്റ്റേജിലേക്ക് നടന്നു. അവിടെ അതിഥിയായിട്ട് വന്നിരുന്ന ആള് പാറുവിന് ട്രോഫിയും ക്യാഷ് അവാർഡും ഒക്കെ കൊടുത്തു. ചിന്മയ്, രണ്ടു വാക്ക് സംസാരിക്ക്, അവരുടെ പ്രിൻസിപ്പൾ അവളെ നോക്കി പറഞ്ഞു. അത് പിന്നെ അവൾ എന്തു പറയണമെന്നറിയാതെ കൊഴിഞ്ഞു. അവൾക്കാണെ അങ്ങനെയൊന്നും സംസാരിക്കാനും അറിയില്ലായിരുന്നു. സാരമില്ല, അറിയാവുന്നതുപോലെ സംസാരിച്ചാൽ മതി. ഇനി പഠിക്കുന്ന കുട്ടികൾക്ക് താനൊരു പ്രചോദനമാകട്ടെ. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി കാശിയുടെ മുഖത്തേക്ക് നോക്കി. അവന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. അവനൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ കണ്ണുകൾ അടച്ചു കാണിച്ചു. അവൾ സെറ്റ് ചെയ്തിരുന്ന മൈക്കിനടുത്തേക്ക് നടന്നു. അവൾക്ക് അവിടെ ഹൈറ്റ് എത്തുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കുട്ടി വന്ന് മൈക്ക് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ ആ കുട്ടിക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് മൈക്ക് ചുണ്ടിലേക്ക് അടുപ്പിച്ചു. എനിക്ക് പ്രസംഗിക്കാനും മോട്ടിവേഷൻ തരാനൊന്നും അറിയില്ല. ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാം. അവളത് പറയുമ്പോൾ കാശിയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. അവന്റെ ചൂണ്ടുവിരൽ ചുണ്ടിലേക്ക് അടുപ്പിച്ച് ബാക്കി വിരലുകൾ മടക്കി താടിയിൽ വെച്ചുകൊണ്ട് അവൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നു. അവൾ കഥ പറയുകയാണെന്ന് പറഞ്ഞതും സംസാരിച്ചു കൊണ്ടിരുന്നവർ വരെ സംസാരം നിർത്തിയിട്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എൻ്റെ പേര് ചിന്മയ്. എനിക്ക് എൻ്റെ 17ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛനെയും അമ്മയെ നഷ്ടപ്പെട്ടതാ. അവിടെ ജീവിതം അവസാനിച്ചു പോയെന്ന് കരുതിയതാ ഞാൻ. കാരണം എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഈ ലോകത്ത് എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ രണ്ടുപേരുടെയും ഒറ്റ മകളായിരുന്നു ഞാൻ. ഒരുപാട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഒക്കെയായിരുന്നു അവർ എന്നെ വളർത്തിയത്. പതിവ് പോലെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ട് തിരികെ വന്നപ്പോൾ എന്നെ സ്വീകരിച്ചത് അവരുടെ രണ്ടുപേരുടെയും ജീവനറ്റ ശരീരമായിരുന്നു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന കാശിയുടെ കണ്ണുകളും നിറഞ്ഞു വന്നു. അവൻ മുണ്ടിൻ്റെ ഒരു തുമ്പെടുത്ത് കണ്ണുകൾ തുടച്ചു. അവൻ്റെ അടുത്തിരിക്കുകയായിരുന്ന അനന്തൻ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഇനി ആരുടെ ഒപ്പം എങ്ങനെ മുമ്പോട്ട് ജീവിക്കും? അതും പ്രായപൂർത്തി പോലും ആകാത്ത ഞാൻ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വന്തക്കാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിതം വലിയൊരു ചോദ്യമായി എൻ്റെ മുൻപിൽ നിന്നപ്പോഴാണ് ഒരു സാഹചര്യത്തിൽ വെച്ച് ഞാൻ എൻ്റെ കാശിയേട്ടനെ കാണുന്നത്. അതും പറഞ്ഞ് അവൾ കാശിയുടെ മുഖത്തേക്ക് നോക്കി. അവനും അവളെ നോക്കി ചിരിച്ചു. എല്ലാവരും അവളെ നോക്കുന്നത് കണ്ട് അവനെ നോക്കി. ഏട്ടനെ ആദ്യമായിട്ടായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. എങ്കിലും എനിക്ക് എന്തോ ഒരു ബന്ധം ഏട്ടനോട് ഉള്ളതുപോലെ തോന്നി. ഏട്ടൻ്റെ പരിചയത്തിലുള്ള ഒരു താത്തയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. എനിക്ക് 18 വയസ്സാകാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ ദിവസങ്ങളിൽ ഞാൻ ആ താത്തയുടെ വീട്ടിലൊരു അംഗത്തെ പോലെ താമസിച്ച്. അന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് കാശിയേട്ടൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. പറഞ്ഞുകൊണ്ട് കാശിയുടെ മുഖത്തേക്ക് നോക്കിയതും കാശിയും പുഞ്ചിരിച്ചു. എന്നെ വിവാഹം കഴിക്കട്ടെ എന്ന്. ഒരു 17 വയസ്സുകാരിയുടെ മുഖത്ത് നോക്കി അത് ചോദിക്കുമ്പോൾ അതിന് എന്തുത്തരം പറയണമെന്ന് എനിക്കന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഒന്നും മിണ്ടാതെ കാശിയേട്ടൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞത് കാശിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്നും ഏട്ടൻ്റെ കൂടെ എന്നെ താമസിപ്പിക്കണമെങ്കിൽ എന്നെ വിവാഹം കഴിക്കണമെന്നുമായിരുന്നു.
അതുകൊണ്ട് എനിക്ക് 18 വയസ്സാകുമ്പോൾ എന്നെ വിവാഹം കഴിക്കട്ടെ എന്നായിരുന്നു കാശിയേട്ടൻ എന്നോട് അന്ന് ചോദിച്ചത്. അന്ന് എന്തുകൊണ്ടോ എനിക്കത് സമ്മതിക്കാനാ തോന്നിയേ. അങ്ങനെ 18 വയസ്സ് കഴിഞ്ഞ ദിവസം എൻ്റെ കാശിയേട്ടൻ എൻ്റെ കഴുത്തിൽ ഈ താലി ചാർത്തി. അങ്ങനെ ഞാൻ കാശിയേട്ടൻ്റെ ഭാര്യയായി. കാശിയേട്ടൻ എന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴും എൻ്റെ +2 എക്സാം കഴിഞ്ഞിട്ടില്ല. എന്നെ കാശിയേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ചാ എനിക്കെൻ്റെ അനന്തേട്ടനെ കിട്ടുന്നത്. എന്നെപ്പോലെ തന്നെ അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടവനാണ് എൻ്റെ കാശിയേട്ടനും അനന്തേട്ടനും. അങ്ങനെ ആരും ഇല്ലാതിരുന്ന എനിക്ക് ഒരു ഭർത്താവിനെയും ഒരേട്ടനെയും കിട്ടി. അവർക്ക് എന്നെയും. അങ്ങനെ ഞാൻ കാശിയേട്ടൻ്റെ ഭാര്യയും അനന്തേട്ടൻ്റെ പെങ്ങളുമായി. എൻ്റെ കാശിയേട്ടൻ എന്നെക്കൊണ്ട് എൻട്രൻസ് എഴുതിപ്പിച്ചു. എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നു. എൻ്റെ കൂടെ ഉറക്കമുളച്ചിരുന്നതിനെ പഠിപ്പിച്ചു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നമായിരുന്നു ഈ കോളേജും എൻജിനീയറിംഗ് എന്ന കോഴ്സും. ആ സ്വപ്നം സാധിച്ചു തന്നത് എൻ്റെ കാശിയേട്ടനായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരെനിക്ക് എന്തൊക്കെ ചെയ്തു തരുമായിരുന്നോ അതൊക്കെ, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മുകളിൽ എനിക്കെൻ്റെ കാശിയേട്ടൻ ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കാശിയേട്ടൻ്റെ കഷ്ടപ്പാടാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ്. എക്സാം ടൈമിൽ എൻ്റെ ഒപ്പം ഉറക്കം ഉളച്ചിരിക്കും കാശിയേട്ടൻ. ഉറക്കം വരാതിരിക്കാൻ എനിക്ക് കാപ്പി ഇട്ട് തരും. വെളുപ്പിന് അലാറം വെച്ച് ആദ്യം കാശിയേട്ടൻ എഴുന്നേക്കും. പിന്നെ എന്നെ വിളിച്ചുണർത്തി എൻ്റെ കൂടെ ഇരിക്കും. കാശിയേട്ടൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകുമെന്ന് കാശിയേട്ടൻ അറിയാം. അത് മാത്രമല്ല, എനിക്ക് ആവശ്യമുള്ള ബുക്സ് റെഫറൻസിന് വേണ്ടി എവിടെ നിന്നൊക്കെ ഒപ്പിക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ കൊണ്ടുതരും. ഐ ആം പ്രൗഡ് ഓഫ് യു കാശിയേട്ടാ. താങ്ക് യു സോ മച്ച് കാശിയേട്ടാ ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു. എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ അത്ര ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാണെങ്കിൽ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഒരിക്കലും +2 പോലും പാസ്സാകില്ല, എക്സാം എഴുതാൻ പോലും പറ്റില്ല എന്ന് കരുതിയിരുന്ന ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ നിന്ന് ഇങ്ങനെ എന്നെപ്പോലെ സംസാരിക്കാൻ കഴിയും. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അവൾ പറഞ്ഞു കഴിഞ്ഞതും അവിടെ കയ്യടികൾ ഉയർന്നിരുന്നു. കാശി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. സ്റ്റേജിൽ നിന്നും ഇറങ്ങി അവൾ ഓടിച്ചെന്നവനെ ഇറുക്കിപ്പിടിച്ചു. അത് കണ്ടതും അവിടെ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവരെ നോക്കി കൈയടിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓരോ പെൺകുട്ടികളുടെ മനസ്സിലും ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാശിനാഥനെ പോലെ ഒരു ഭർത്താവിനെ തങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിലെന്ന്. പാരുവമ്മേ. അവളെ കണ്ടതും രണ്ടവന്മാരും കൈകൾ നീട്ടി വിളിച്ചു. അവൾ 2 പേർക്കും ഓരോ ഉമ്മ കൊടുത്തു. പിന്നെ കാശിയുടെ കൈകളിൽ കൂടി അവളുടെ കൈകൾ ചുറ്റിക്കൊണ്ട് അവൻ്റെ അടുത്തേക്കിരുന്നു. എൻ്റെ കുഞ്ഞിന് തകർത്തല്ലോ, അവൻ പതിയെ അവളോട് പറഞ്ഞു. പോ കാശിയേട്ടാ, എൻ്റെ നെഞ്ചിടിപ്പ് ഇതുവരെ മാറിയിട്ടില്ല, നീ നോക്കിക്കേ, അവൾ സ്വയം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നോക്കാട്ടോ, ആരും കാണാതെ, അവൻ പതിയെ അവളോട് പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അത് കാശിയേട്ടന് എപ്പോഴും കാണാറുള്ളതല്ലേ. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. കോളേജിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും വീട്ടിലേക്ക് വന്നു. ധ്യാൻകുട്ട, എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? ധ്യാൻ ഗുഡ് ബോയ് അല്ലേ? പാറു പരസ്പരം വഴക്കുണ്ടാക്കുന്ന ധ്യാനിനെയും ധ്രുവിനെയും നോക്കി ചോദിച്ചു. പാറുവമ്മ എൻ്റെയാ, ധ്യാൻ അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, പാറുവമ്മ എൻ്റെ ധ്യാൻകുട്ടൻ്റെയാ, അവൾ ചിരിച്ചുകൊണ്ട് ധ്യാനിനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ധ്രുവ് ചുണ്ടുകൾ ചുളുക്കാൻ തുടങ്ങി. എന്തിനാ എൻ്റെ ധ്രുവ് കരയാൻ പോകുന്ന ഇപ്പോൾ? അവൾ ധ്രുവിനെ എടുത്തുകൊണ്ട് ചോദിച്ചതും അവൻ 2 കൈകളും അവളുടെ കഴുത്തിൽ കൂടി ഇട്ടുകൊണ്ട് അവളുടെ തോളിലേക്ക് ചാഞ്ഞു. ബാക്കി എല്ലാവരും അത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാശി അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ധ്രുവിനെ എടുത്തതും ധ്യാൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ നോക്കി. അത് കണ്ടതും അവൾ ദയനീയമായി എല്ലാവരെയും നോക്കി. നോക്കുന്നത് കണ്ടതും എല്ലാവരും വീടിൻ്റെ അളവെടുക്കാൻ തുടങ്ങി. കാശിയേട്ടാ, അവൾ ദയനീയമായി അവനെ വിളിച്ചു. എന്താ പാറുക്കുട്ട? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ധ്യാനിനെ കാണിച്ചു കൊടുത്തു. കാശി അത് കണ്ടതും ധ്യാനിനെ പൊക്കിയെടുത്തു. എന്തിനാ കാശി അച്ഛൻ്റെ കുഞ്ഞിപ്പോൾ കരയുന്നേ? അവൻ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. നമുക്ക് അവളെ വേണ്ടാട്ടോ, എൻ്റെ കുഞ്ഞിന് കാശി അച്ഛനുണ്ടല്ലോ. അവൻ പറഞ്ഞതും ധ്യാൻ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അത് കേട്ടതും പാറു കപടദേഷ്യത്തോടെ അവനെ നോക്കിയതും അവൻ ചിരിച്ചു കാണിച്ചു. ഇതിപ്പോ ഇവളെ 2 പീസാക്കി ഇവർക്ക് 2 പേർക്കും കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ. ഇവന്മാരൊന്നും അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇതുപോലെ കുശുമ്പ് കാണിക്കാറില്ല. ദുഷ്ടന്മാര്. ചോറ് അവിടെയും കൂറിവിടെയും. ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ധ്രുവ് പാറുവിൻ്റെ തോളിൽ കിടന്നുറങ്ങിപ്പോയി. ശിവ അവനെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. ധ്യാനെ. ധ്രുവിനെ കൊടുത്തതിന് ശേഷം അവൾ ധ്യാനിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. എന്നാൽ അവൻ ദേഷ്യത്തോടെ അവളുടെ കൈകൾ തട്ടിമാറ്റി. പൊടി, നിന്നെ ഞങ്ങൾക്ക് വേണ്ട. കാശി അവൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്കറിയാം എന്നെ ആർക്കും ഇഷ്ടമല്ലെന്ന്. എൻ്റെ ധ്യാൻകുട്ടനും പാറുവമ്മ ഇഷ്ടമല്ല. അവൾ പരാതി പോലെ അവനെ ഒളിക്കണ്ണിട്ട് നോക്കി പറഞ്ഞതും കാശിയുടെ തോളിൽ നിന്നും തല ഉയർത്തി അവളെ നോക്കി. അത് കണ്ടതും പാറു ഒന്നുകൂടി അവളുടെ മുഖം വീർപ്പിച്ചു. പാറുവമ്മേ. അവൻ 2 കൈകളും നീട്ടി അവളോട് എടുക്കാനെന്ന ഭാവേന പറഞ്ഞതും അവൾ ചിരിയോടെ അവനെ എടുത്തു. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ കാശിയെ നോക്കി പുരികം പൊക്കി. എടാ യൂദാസേ, അവളെ കണ്ടപ്പോൾ നോക്ക്, അവൻ പോയൊരു പോക്ക്. കാശി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. കാശി. ആണുങ്ങൾ 3 പേര് മാത്രമായപ്പോൾ ആദി അവനെ നോക്കി വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ ആദിയുടെ മുഖത്തേക്ക് നോക്കി.
പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത് നിങ്ങളാ. ആദ്യം അവനെ നോക്കി പറഞ്ഞതും കാശി സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എടാ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന് മുഖവരയുടെ ആവശ്യമുണ്ടോ? കാശി സംശയത്തോടെ ആദിയോട് ചോദിച്ചു. എടാ, അത് നീ എങ്ങനെ എടുക്കുമെന്ന് ആദി വീണ്ടും പറഞ്ഞു. ആദി, നീ കാര്യം പറ. കാശി അവനെ നോക്കി പറഞ്ഞു. എടാ, നിങ്ങൾക്കൊരു കുഞ്ഞു വേണ്ടേ? അവളുടെ പഠിത്തമൊക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലോ. അവൻ പറയുന്നത് കേട്ടതും കാശി ചിരിച്ചു. ഇത് ഞാനും അവനോട് പറയാനിരിക്കായിരുന്നു. അനന്തനും ആദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. കാശി, അവൾക്കധികം പ്രായമില്ല എന്നുള്ളത് ശരിയാ. അവൾക്കിനി ഒരുപാട് സമയമുണ്ട്. പക്ഷെ ഓരോ വർഷം കഴിയും തോറും നിനക്ക് വയസ്സ് കൂടുക കാശി. നിങ്ങൾ തമ്മിൽ അധിക പ്രായ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ സാരമില്ലായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇടപെടുന്നത് തെറ്റാണെന്നറിയാം. എങ്കിലും ആദി പറഞ്ഞതും കാശി ചിരിച്ചു. ആദി, നീ ഇങ്ങനെ എന്നോട് ഓപ്പണായിട്ട് ചോദിച്ചെന്നോ പറഞ്ഞെന്നോ കരുതി ഒന്നുമില്ല. നിങ്ങൾക്ക് എന്നോട് എന്തും ചോദിക്കാനും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാശി പറഞ്ഞതും അവർ രണ്ടുപേരും അവനെ നോക്കി പുഞ്ചിരിച്ചു. എനിക്കെല്ലാം അറിയാടാ. അവളുടെ സ്വപ്നമായിരുന്നു എഞ്ചിനീയറിങ്. അതിനിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് കരുതിയിട്ടാ ഞാൻ പഠിത്തം കഴിയട്ടെ എന്ന് കരുതിയത്. ഇനി അതിനെപ്പറ്റി ചിന്തിക്കണം. പറഞ്ഞതൊക്കെ ശരിയാ. എനിക്കിപ്പോൾ തന്നെ 34 വയസ്സായി. ഇനിയൊരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കണം. അവൻ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. ആലോചനയൊക്കെ നല്ലതാ. എന്ന് കരുതിയ കൊച്ചിനെ എടുത്തിട്ട് നീ അലക്കാൻ നിൽക്കരുത്. ഇടയ്ക്ക് അവൾ കുഞ്ഞാണെന്ന് കൂടി ഓർത്തോ. ആനന്ദൻ ചിരിച്ചു. ഡാഡാ, ട്രോളുവാണെന്ന് മനസ്സിലായതും കാശി അവനെ നോക്കി വിളിച്ചു. ഞാനല്ല, അവൻ തന്നെയാ അവൾ കുഞ്ഞാന്ന് പറയുന്നത്. ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചൂന്നേ ഉള്ളൂ. ആനന്ദൻ പറഞ്ഞതും അവർ 3 പേരും ചിരിച്ചിരുന്നു. എല്ലാവരും അന്ന് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തിരികെ പോയത്. അന്ന് രാത്രിയിൽ പാറുക്കുട്ട ചുരുണ്ടുകൂടി കിടക്കുന്ന അവളുടെ വയറ്റിൽ കൂടി കൈകൾ ചുറ്റി അവളുടെ കഴുത്തിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ വിളിച്ചതും അവൾ തല ചരിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു. വയറുവേദന ഇപ്പോൾ കുറവില്ലേ കുഞ്ഞാ? അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. കുറവുണ്ട് കാശിയേട്ടാ. അവൾ അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. കുഞ്ഞാ, ഏട്ടനൊരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞിനോട്? അവൻ അവളുടെ തലയിൽ തലോടി ചോദിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കുഞ്ഞിന് ഇപ്പോൾ വാവയെ വേണമെന്നുണ്ടോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാശിയേട്ടൻ മോളോട് ചോദിച്ചതാ. ഇതുവരെ നമ്മൾ വാവയെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. കാശിയേട്ടന് വയസ്സ് കൂടി വരികയല്ലേ പാറു. ഒരു കുഞ്ഞിനെ പറ്റി ഇപ്പം ചിന്തിച്ചാലല്ലേ എൻ്റെ കുഞ്ഞിനെ ആഗ്രഹം പോലെ 3-4 വാവന്മാരെ കാശിയേട്ടന് തരാൻ പറ്റുള്ളൂ. അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു. എൻ്റെ കുഞ്ഞിനെന്ന് വയ്യല്ലോ. നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നോക്കാട്ടോ. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ നേരെ കിടന്നതും അവൾ തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചു. കുഞ്ഞാ, ആ ഇന്ന് ധ്യാനിനെയും ധ്രുവിനെയും സമാധാനപ്പെടുത്താൻ കുഞ്ഞ് കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നല്ലോ. അപ്പം എങ്ങനെയാ കുഞ്ഞ് 3-4 വാവന്മാരെയൊക്കെ നോക്കുന്നേ? കുഞ്ഞിന് ജോലിക്കൊക്കെ പോകണ്ടായോ? അവൻ സംശയത്തോട് ചോദിച്ചു. അത് കാശിയേട്ടനുണ്ടല്ലോ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട്. പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നേ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. എൻ്റെ പാറുവിൻ്റെ കൂടെ കാശിയേട്ടന് എന്തിനും ഉണ്ടാകും കേട്ടോ. അവൻ പറഞ്ഞതും അവൾ ഒന്നുകൂടി അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു. ശിവ. കുഞ്ഞിനെ ഉറക്കുകയായിരുന്ന ശിവയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ആദി അവളെ വിളിച്ചു. എന്താ ആദിയേട്ടാ? അവൾ തിരികെ ചോദിച്ചു. ഒന്നുമില്ല, കുറേ ദിവസമായില്ലേ? അവൻ കുസൃതിയോടെ അവളോട് പറഞ്ഞു. അയ്യാ, അപ്പം 2 ദിവസം മുമ്പോ? അവൾ ചുണ്ട് കുറിപ്പിച്ചു. അത് 2 ദിവസമായില്ലേ ശിവ? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കാലിൽ തലോടി. ആദ്യേട്ടാ, അടങ്ങിയിരുന്നേ. അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തി. എന്താ ശിവ? അവൻ ഒന്നുകൂടി അവളുടെ അടുത്തേക്കിരുന്നു. ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. കുഞ്ഞിന് ഇത്ര വയസ്സേ ആയിട്ടുള്ളൂ. അതും കൂടി ഓർമ്മ വേണം കേട്ടല്ലോ. അവൾ കുറുമ്പോടെ പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം ശിവ എന്ന് പറഞ്ഞ് ഫീലിങ്സ് ഒക്കെ ഒതുക്കി നിർത്താൻ പറ്റുമോ? അവനും തിരികെ ചോദിച്ചു. ഫീലിങ്സ് ഒതുക്കി നിർത്താനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ച് കൺട്രോൾ വേണമെന്നാണ് പറഞ്ഞത്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആവശ്യത്തിന് കൺട്രോൾ ഉണ്ട്. നിനക്കുണ്ടല്ലോ അല്ലേ? അവൻ മീശ പിരിച്ചു. എനിക്കും ഉണ്ട് കേട്ടോ മോനെ ആദി. അതുകൊണ്ട് പൊന്നുമ്മ വന്ന് കിടന്ന് ഉറങ്ങിക്കേ. രാവിലെ ഓഫീസിൽ പോകേണ്ടതല്ലേ? അവൾ പറഞ്ഞതും അവൻ മുഖം വീർപ്പിച്ചു. എന്തിനാ ഇപ്പോൾ ഈ മുഖം വീർപ്പിക്കല്? അവൾ സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല. അതും പറഞ്ഞിട്ട് അവൻ മുഖം വീർപ്പിച്ച് തിരിഞ്ഞു കിടന്നു. അവൾ ചിരിയോടെ പുറകിൽ കൂടി അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു. വേണ്ട, നീ പോയി ഉറങ്ങിക്കോ. അവൻ പരിഭവത്തോടെ പറഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ കണ്ണും തുറന്ന് അവിടെ ഇരുന്നോ. അവൻ കപടദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു കിസ് തന്നാൽ ഞാൻ പോയി ഉറങ്ങിക്കോളാം. അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അത് കേട്ടിട്ടും അവൻ കേൾക്കാത്തതുപോലെ തന്നെ കിടന്നു, അവളെ നോക്കാതെ. അത് കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. അവൾ ഉടനെ ബലമായിട്ട് അവനെ തിരിച്ചു കിടത്തി. പിന്നെ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു.